നമുക്ക് ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കാണാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 6 സെറ്റ് പ്രോപ്പർട്ടീസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ആ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ച് നമ്മൾ കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും കൂടി ചെയ്യും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ആകെ ഉള്ളത്. അപ്പോൾ അതിലെ ഒന്നാമത്തെ സെറ്റ് പ്രോപ്പർട്ടിയാണ് സൈൻ ഇൻവേഴ്സ് 1/x എന്ന് എവിടെയെങ്കിലും കണ്ടാൽ, നമ്മളിപ്പോൾ ഓൾറെഡി ഇത് ഉപയോഗിച്ച് നമ്മൾ ആ പ്രിൻസിപ്പൽ വാല്യൂ കണ്ട പ്രോബ്ലംസ് ചെയ്തു. അതിൽ നമ്മൾ ഈ ഐഡിയ ഉപയോഗിച്ചു. അപ്പോൾ നമ്മളതിപ്പോൾ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കണം. സൈൻ ഇൻവേഴ്സ് 1/x എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. പോലെ തിരിച്ചും പറയാം, കൊസീക്ക് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ അത് സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. അതുപോലെ കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. 1/കോസിനെയാണ് നമ്മൾ സീക്ക് എന്ന് പറയുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് 1/x സീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. ഇതുപോലെ ടാൻ ഇൻവേഴ്സ് 1/xൻ്റെ ഉത്തരം കോട്ട് ഇൻവേഴ്സ് എക്സ് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ ഫസ്റ്റ് ഇതിനെ ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ഇത് രണ്ടും സിമ്പിളായിട്ട് പ്രൂവ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുകയാണ്. കൊസീക്ക് ഇൻവേഴ്സ് എക്സിനെ ഞാൻ y എന്ന് വിളിച്ചു. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y. അടുത്ത സ്റ്റെപ്പിൽ രണ്ട് സൈഡിലും കൊസീക്ക് അപ്ലൈ ചെയ്യാം. എന്നുവെച്ചാൽ സിമ്പിളായിട്ട് പഠിക്കുമ്പോൾ എളുപ്പത്തിന് എന്ത് പഠിക്കാം, ഈ കൊസീക്ക് ഇൻവേഴ്സിനെ റൈറ്റിക്ക് കൊടുത്തു എന്ന് പഠിച്ചാൽ മതി. അപ്പോൾ കൊസീക്ക് ഇൻവേഴ്സ് വലത്തോട്ട് പോകുമ്പോൾ വെറും കൊസീക്കായി മാറും. അങ്ങനെ ആലോചിച്ചാൽ മതി, അതാകുമ്പോൾ എളുപ്പമാണല്ലോ. അപ്പോൾ ഇവിടെ എക്സ് ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് പോയി കൊസീക്ക് വൈ എന്നായി. കൊസീക്ക് വൈ എന്ന് പറഞ്ഞാൽ 1/sin y. അപ്പോൾ എക്സ് ഈക്വൽ ടു 1/sin y എന്ന് കിട്ടി. ദെൻ ഈ ബൈ സൈൻ വൈനെ ഇപ്പുറത്തേക്ക് എടുത്തു, എക്സിന് ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ നമുക്ക് സൈൻ വൈ ഈക്വൽ ടു 1/x എന്ന് കിട്ടി. ദെൻ രണ്ട് സൈഡ് സൈൻ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി, ഈ സൈനിനെ മാത്രം റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു എന്ന് ആലോചിക്കുക. അപ്പോൾ സൈൻ ഇങ്ങോട്ട് പോയാൽ സൈൻ ഇൻവേഴ്സ് ആയി. അപ്പോൾ നമുക്ക് y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് കിട്ടി. ശരിക്കും ഉള്ള കാര്യം എന്ന് വെച്ചാൽ രണ്ട് സൈഡ് സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്തു. സൈൻ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്തപ്പോഴാണ് ഈ റിസൾട്ട് കിട്ടിയത്. പക്ഷെ നിങ്ങൾക്ക് വേണമെങ്കിൽ എളുപ്പത്തിൽ ഓർത്ത് വെക്കുക, എളുപ്പത്തിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, സൈൻ ഇങ്ങോട്ട് പോയി അപ്പോൾ അത് സൈൻ ഇൻവേഴ്സ് ആയി. അപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് കിട്ടി. നമ്മൾ തുടക്കത്തിൽ വൈനെ ആരായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ, y ഈക്വൽ ടു കൊസീക്ക് ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത്. ചെയ്ത് വന്നപ്പോൾ y ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x എന്ന് കിട്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 1/x, രണ്ടും y ആണ്. ഇതാണ് ഈ ഒരു സെറ്റ് പ്രോപ്പർട്ടി. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. സൈൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ സീക്ക് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാൽ കോട്ട് ഇൻവേഴ്സ് എക്സ്. ഇതാണ് പ്രോപ്പർട്ടി നമ്പർ 1. ഓക്കെ, അപ്പോൾ ഇത് ഒരു എക്സാമ്പിൾ ഞാൻ പ്രൂവ് ചെയ്തു, ഒരു സെറ്റ് ഞാൻ പ്രൂവ് ചെയ്തു. ഇതുപോലെ അടുത്ത രണ്ടെണ്ണം സെയിം രീതിയിൽ ഇവിടുന്ന് തുടങ്ങുന്നു, സെയിം മെത്തേഡ്, സെയിം സിമിലർ സ്റ്റെപ്പ് വഴി ബാക്കി രണ്ടെണ്ണം നിങ്ങൾക്ക് തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ അതൊക്കെ സെക്കൻഡ് പ്രോപ്പർട്ടിയിലേക്ക് പോവാണ്. അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് വേർ എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇൻ്റർവെൽ -1. സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ മൈനസിന് വേണമെങ്കിൽ പുറത്തേക്ക് മാറ്റാം. സൈൻ ഇൻവേഴ്സ് -1/2 പറഞ്ഞാൽ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് 1/2 എന്ന് എഴുതാത്രേ. അതുപോലെ ടാൻ ഇൻവേഴ്സിനും. അപ്പോൾ ടാൻ ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അതിന് നമുക്ക് മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് എഴുതാം. നമ്മൾ നേരത്തെ പ്രിൻസിപ്പൽ വാല്യൂ കണ്ടപ്പോൾ ഈ ഐഡിയ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അതായത് ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് -1 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി വെച്ച് അതിനെ മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് എഴുതാം. അപ്പോൾ മൈനസ് ഓഫ് ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറഞ്ഞാൽ π/4. അപ്പോൾ ടാൻ ഇൻവേഴ്സ് -1ൻ്റെ ഉത്തരം -π/4. ഓക്കെ, ഇതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് -x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈനസ് ഓഫ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ് ആണ്. അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമത്തെ പ്രോപ്പർട്ടി ആയിട്ട് പഠിക്കുന്നത്. ഇതിൽ ഞാൻ നേരത്തെ ചെയ്ത പോലെ ഫസ്റ്റത്തെ മാത്രം ഒന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. അപ്പോൾ സൈൻ ഇൻവേഴ്സ് -xന് y എന്ന് പേരിട്ട് കൊടുക്കുക. രണ്ട് സൈഡ് സൈൻ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് റൈറ്റിക്ക് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ -x ഈക്വൽ ടു സൈൻ y എന്ന് കിട്ടി. ദെൻ മൈനസിന് അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ x ഈക്വൽ ടു -sin y എന്ന് കിട്ടി. ഈ -sin y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്, സൈൻ ഓഫ് -y ഈക്വലാണ്. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -sin y പകരം സൈൻ ഓഫ് -y എന്ന് എഴുതി. ദെൻ സൈനിന് ഇപ്പുറത്തേക്ക് എടുത്തു. അപ്പോൾ സൈൻ ഇൻവേഴ്സ് x ഈക്വൽ ടു -y.
ഞാൻ എളുപ്പത്തിന് വേണ്ടി പറഞ്ഞതാണ് കേട്ടോ സൈനിന് ഇപ്പുറത്തേക്ക് എടുത്തു എന്ന്. ശരിക്കുള്ള ഓപ്പറേഷൻ രണ്ട് സൈഡ് സൈൻ ഇൻവേഴ്സ് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു -y എന്ന് കിട്ടി. ഈ മൈനസ് ചിഹ്നം അല്ലെങ്കിൽ മൈനസ് സൈൻ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. ഇനി നോക്കിയാൽ തുടക്കത്തിൽ നമ്മൾ y ആയിട്ട് എടുത്തത് സൈൻ ഇൻവേഴ്സ് എക്സിന്, അവസാനം നമുക്ക് മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു y എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം സൈൻ ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ്. അപ്പോൾ സൈൻ ഇൻവേഴ്സിനും ടാൻ ഇൻവേഴ്സിനും കൊസീക്ക് ഇൻവേഴ്സിനും ഈ ഒരു പ്രോപ്പർട്ടി കറക്റ്റാണ്. ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി നമ്പർ 2. ഇനി നമുക്ക് തേർഡ് പ്രോപ്പർട്ടി ഒന്ന് നോക്കാം. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ സൈൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് സൈൻ ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് ടാൻ ഇൻവേഴ്സ് എക്സ്, അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു മൈനസ് കൊസീക്ക് ഇൻവേഴ്സ് എക്സ്. ഇത്രയും വരെയാണ് നമ്മൾ സെക്കൻഡ് പ്രോപ്പർട്ടിയിൽ കണ്ടത്. അപ്പോൾ അതിനെ ഒഴിവാക്കിയിട്ടേക്കണ കോസ് ഇൻവേഴ്സിൻ്റെ ഒക്കെ കാര്യമാണ് തേർഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത്. അതായത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. നമ്മൾ നേരത്തെ ചെയ്ത എക്സാമ്പിളിൽ ഉള്ളതാണ് സത്യത്തിൽ. അതായത് കോസ് ഇൻവേഴ്സിൻ്റെ കൂടെ മൈനസ് വരികയാണെങ്കിൽ ആ മൈനസ് ഇല്ലാതെ ആൻസർ കണ്ടുപിടിക്കുക, ദെൻ പൈയിൽ നിന്ന് കുറയ്ക്കുക. നമ്മൾ ഇത്ര നേരം അങ്ങനെ തന്നെ ചെയ്തത്. ഇതൊരു പ്രോപ്പർട്ടി ആയിട്ട് ഇപ്പോഴാണ് പഠിക്കണത് എന്ന് മാത്രം. അപ്പോൾ കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. അതുപോലെ സീക്ക് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് സീക്ക് ഇൻവേഴ്സ് എക്സ്. കോട്ട് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അതായത് കോസ് ഇൻവേഴ്സിൻ്റെയും സീക്ക് ഇൻവേഴ്സിൻ്റെയും കോട്ട് ഇൻവേഴ്സിൻ്റെയും കൂടെ മൈനസ് വന്നാൽ പൈ മൈനസ് കോട്ട് ഇൻവേഴ്സ് എക്സ്, ആ മൈനസ് ഇല്ലാത്തത് അങ്ങനെ എടുക്കണം. പക്ഷേ സൈൻ ഇൻവേഴ്സിൻ്റെയും ടാൻ ഇൻവേഴ്സിൻ്റെയും കൊസീക്കിൻ്റെ ആണെങ്കിൽ ജസ്റ്റ് ഒരു മൈനസ് മാത്രം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്കിതിനെ ഫസ്റ്റത്തെ ഒന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഫസ്റ്റത്തെ മാത്രം ഒന്ന് പ്രൂവ് ചെയ്യാം. സിമിലർലി നമുക്ക് സെക്കൻഡും തേർഡും നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇതിനെ ലെറ്റ് കോസ് ഇൻവേഴ്സ് എക്സ്, ലെറ്റ് ഈ ഭാഗത്തിനെ y എന്ന് വിളിക്കുക. അപ്പോൾ ലെറ്റ് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു y ഇങ്ങനെ വിചാരിക്കുക. സ്ഥിരം പരിപാടി, രണ്ട് സൈഡ് കോസ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് എന്ന് വന്നു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോയി, അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് എടുത്തു എന്ന് വിചാരിച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൈനസ് എക്സ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് പോകുമ്പോൾ വെറും കോസ്, മൈനസ് എക്സ് ഈക്വൽ ടു കോസ് വൈ. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് കോസ് വൈ. നമ്മൾ പ്ലസ് വണ്ണിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. മൈനസ് കോസ് വൈ എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് നമുക്ക് കോസ് ഓഫ് പൈ മൈനസ് വൈ എന്ന് എഴുതാം. കോസ് ഓഫ് പൈ മൈനസ് വൈ എന്ന് എഴുതാം. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഈ കോസിനെ ഇങ്ങോട്ട് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രണ്ട് സൈഡ് കോസ് ഇൻവേഴ്സ് കൊണ്ട് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് വൈ ഇങ്ങനെ കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ മൈനസ് വൈനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരിക, കോസ് ഇൻവേഴ്സ് എക്സിനെ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് വൈ മൈനസ് വൈ ഇങ്ങോട്ട് വരുമ്പോൾ വെറും വൈ ആയി, പൈ അവിടെ തന്നെ വെച്ചേക്കണം. കോസ് ഇൻവേഴ്സ് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. ഇപ്പം നമ്മൾ നോക്കി, ആദ്യം നമ്മൾ y ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞ് തുടങ്ങി. അത് കഴിഞ്ഞ് ചെയ്ത് വന്നപ്പോൾ y ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടി. അതായത് കോസ് ഇൻവേഴ്സ് മൈനസ് എക്സ് ഈക്വൽ ടു പൈ മൈനസ് കോസ് ഇൻവേഴ്സ് എക്സ്. സിമിലർലി സെക്കൻഡും തേർഡും നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ ഫോർത്ത് പ്രോപ്പർട്ടിയിലേക്കാണ് പോണത്. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറേ ചോദ്യങ്ങളുടെ ഉത്തരം പെട്ടെന്ന് പറയാൻ പറ്റും. അതായത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് π/2 ആയിരിക്കും ഉത്തരം. അതായത് ഇപ്പോൾ സൈൻ ഇൻവേഴ്സ് 1/3 അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് 1/3 പ്ലസ് കോസ് ഇൻവേഴ്സ് 1/3 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, നേരെ ഉത്തരം പറയാം π/2, ഒരു സംശയവും. അതുപോലെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോട്ട് ഇൻവേഴ്സ് എക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ π/2. അതുപോലെ കൊസീക്ക് ഇൻവേഴ്സ് എക്സ് പ്ലസ് സീക്ക് ഇൻവേഴ്സ് എക്സ് എത്രയാണെന്ന് ചോദിച്ചാലും π/2. ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ് ടാൻ ഇൻവേഴ്സ് 2 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 2 എത്രയാണെന്ന് ചോദിച്ചു, ഒന്നും നോക്കണ്ട, ഒറ്റയടിക്ക് ഉത്തരം പറഞ്ഞേക്കുക π/2. ഓക്കെ, അതാണ് ഈ ഒരു ഫോർത്ത് പ്രോപ്പർട്ടിയുടെ ഗുണം.
അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. ലെറ്റ് സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു വൈ. നമ്മുടെ സ്ഥിരം പരിപാടി സൈൻ കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സൈൻ ഇൻവേഴ്സിനെ അപ്പുറത്തേക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു സൈൻ വൈ എന്ന് കിട്ടി. ഈ സൈൻ വൈനെ നമുക്ക് ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സൈൻ വൈനെ വേണമെങ്കിൽ കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് വൈ എന്ന് എഴുതാം. കോസ് ഓഫ് പൈ ബൈ ടു മൈനസ് വൈ എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ കോസ് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഈ കോസിന് ഇപ്പുറത്തേക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. ഇപ്പുറത്തേക്ക് വരുമ്പോൾ കോസ് ഇൻവേഴ്സ് ആയി. അങ്ങനെ സങ്കല്പിച്ചാലും തെറ്റില്ല. ഓക്കെ, ശരിക്കും കോസ് ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ചെയ്തു. അപ്പോൾ ഇവിടെ കോസ് ഇൻവേഴ്സ് കൊണ്ട് ചെയ്യുമ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ഇവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് കോസ് എന്ന് വരും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയി പൈ ബൈ ടു മൈനസ് വൈ. അടുത്ത സ്റ്റെപ്പിൽ ഈ മൈനസ് വൈന് ഇപ്പുറത്തേക്ക് എടുക്കുക. അപ്പോൾ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു പൈ ബൈ ടു. ഇനി നമ്മുടെ വൈ ആരാന്ന് നോക്കി. വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്. ദെയർഫോർ കോസ് ഇൻവേഴ്സ് എക്സ് പ്ലസ് ഈ വൈ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ ടു. ഇങ്ങനെ ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യും. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തേന് മാത്രമേ ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ളൂ. സിമിലർലി ഇതുപോലെ തന്നെ രണ്ടാമത്തേനും മൂന്നാമത്തേനും നമുക്ക് വേണമെങ്കിൽ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ 4 പ്രോപ്പർട്ടീസ് നമ്മളിപ്പോൾ കണ്ടു. ഇനി 2 പ്രോപ്പർട്ടി കൂടി കാണാനായിട്ട്. 5ാമത്തെ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള നമ്മുടെ സ്റ്റേറ്റിലായാലും CBSE ആയാലും എക്സാംസിനും മറ്റെല്ലാ എക്സാമുകൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യമായി. ഇപ്പോൾ ഇതുവരെ പഠിച്ച പ്രോപ്പർട്ടീസൊക്കെ നമ്മൾ അങ്ങനെ ഒരു പ്രോപ്പർട്ടി എന്ന നിലയിലല്ലാതെ തന്നെ നമ്മുടെ കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ച 4 പ്രോപ്പർട്ടി നമ്മൾ പ്രിൻസിപ്പൽ വാല്യൂ കാണാനായിട്ട് നമ്മൾ തന്നെ ഉപയോഗിച്ചതാണ്. അതായത് അത് പ്രോപ്പർട്ടി അല്ല എന്ന നിലയിലും അത് അവിടെ എക്സിസ്റ്റ് ചെയ്യും, നമുക്കത് മനസ്സിൽ ആലോചിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇനി പഠിക്കാൻ പോകുന്ന ഈ 2 പ്രോപ്പർട്ടീസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് 5ാമത്തെ പ്രോപ്പർട്ടി. ഇത് പ്രോപ്പർട്ടി ഇതാണ് പറയണത്, ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ. ടാൻ ഇൻവേഴ്സ് എക്സും ടാൻ ഇൻവേഴ്സ് വൈയും നമുക്ക് കൂട്ടാൻ പറ്റും. സൈൻ ഇൻവേഴ്സ് എക്സും സൈൻ ഇൻവേഴ്സ് വൈ ഒന്നും കൂട്ടാൻ പറ്റില്ല. ടാൻ ഇൻവേഴ്സും ടാൻ ഇൻവേഴ്സും തമ്മിൽ കൂട്ടാൻ പറ്റും. അത് കൂട്ടുന്നത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. നിർബന്ധമായിട്ടും അറിഞ്ഞു വെക്കണം. ഇപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ. ഇത് വെച്ച് നമുക്ക് കുറച്ച് പ്രോബ്ലംസും ചെയ്യാനുണ്ട്. ഇനി ഇതേപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ എന്നാണെങ്കിൽ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് വൈ ബൈ 1 പ്ലസ് എക്സ് വൈ. അപ്പോൾ ഇതിൽ ഫസ്റ്റത്തെ റിസൾട്ട് പഠിച്ചാൽ മതി, എന്നിട്ട് സൈൻ മാത്രം ഓപ്പോസിറ്റ് ആക്കിയ സെക്കൻഡ് റിസൾട്ട് കിട്ടിക്കോളും. ഇനി അപ്പോൾ നമുക്ക് ഈ ഒരു റിസൾട്ട് എങ്ങനെയാണ് വന്നതെന്ന് ഇതിൻ്റെ പ്രൂഫ് ഒന്ന് ജസ്റ്റ് നോക്കാം. ഈ പ്രൂഫും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ കിടക്കുന്ന ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ ഇദ്ദേഹത്തിന് ഒരു തീറ്റ എന്ന് കൊടുക്കുക. അതുപോലെ ഈ കിടക്കുന്ന ടാൻ ഇൻവേഴ്സ് വൈനെ ഒരു ഫൈ എന്ന് കൊടുക്കുക. അപ്പോൾ ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ ആണെങ്കിൽ ഈ ടാൻ ഇൻവേഴ്സ് അങ്ങോട്ട് പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ഫൈ ആണെങ്കിൽ വൈ ഈക്വൽ ടു ടാൻ ഫൈ എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി നമ്മൾ നേരെ ജസ്റ്റ് ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ ഒന്ന് കണ്ടുപിടിക്കുക. ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ ഒന്ന് കണ്ടുപിടിക്കുക. നമ്മൾ +1 ടാൻ എക്സ് പ്ലസ് വൈ എക്സ്പാൻഡ് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട്. അതേപോലെ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈ എക്സ്പാൻഡ് ചെയ്യുക എന്ന് വെച്ചാൽ ടാൻ തീറ്റ പ്ലസ് ടാൻ ഫൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ തീറ്റ ഇൻറ്റു ടാൻ ഫൈ. ഇങ്ങനെയാണ് നമ്മൾ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈനെ എക്സ്പാൻഡ് ചെയ്യുക. +1 നമ്മൾ ടാൻ ഓഫ് എക്സ് പ്ലസ് വൈ എന്നൊക്കെ പറഞ്ഞിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ ഒരുപാട് പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ടാൻ ഓഫ് തീറ്റ പ്ലസ് ഫൈനെ ഇങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുക. ഇനി നിങ്ങളൊന്ന് നോക്കിയേ, ഇതിലെ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ? ഇതേ കിടക്കണം
ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഇങ്ങനെ എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ ഈ ടാനിന് ഇപ്പുറത്തേക്ക് കൊടുത്തു എന്ന് വയ്ക്കുക. അതായത് തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ടാൻ അപ്പുറത്തേക്ക് പോയി എന്ന് വയ്ക്കുക. അല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് കൊണ്ട് രണ്ട് സൈഡ് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിച്ചാലും മതി. അപ്പോൾ നമുക്ക് മുകളിൽ എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൽ രണ്ട് സൈഡും ടാൻ ഇൻവേഴ്സ് കൊണ്ട് ഓപ്പറേറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ടാൻ ഇൻവേഴ്സ് കൊടുത്താൽ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ എന്ന് പറഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോയി. തീറ്റ പ്ലസ് ഫൈ ഈക്വൽ ടു ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, ഇതിൽ തീറ്റ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ്, ഫൈ എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് വൈ. അതായത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്ന് എഴുതാം. സിമിലർലി ഇതുപോലെ തന്നെ നമുക്ക് ഈ ബി പാർട്ടും പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഇതുപോലെ ഈ ഇതിലെ സെക്കൻഡ് സബ് പ്രോപ്പർട്ടി ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു റിസൾട്ട് ഒരിക്കലും മറക്കരുത്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ ഈസ് ഓൾവേസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ. അത് വന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ പ്രൂഫും കൃത്യമായിട്ട് അറിഞ്ഞു വെച്ചേക്കുക. ഇനി നമുക്ക് ലാസ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോവാം. ഫൈനൽ പ്രോപ്പർട്ടി 2 ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സിന് നമുക്ക് 3 ഡിഫറൻറ്റ് തരത്തിൽ എഴുതാൻ പറ്റും. ഇത്ര ഒന്ന് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അല്ലെങ്കിൽ കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അതല്ലെങ്കിൽ ടാൻ ഇൻവേഴ്സ് 2x ബൈ 1 മൈനസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അപ്പോൾ 2 ടാൻ ഇൻവേഴ്സ് എക്സിനെ ഇങ്ങനെ 3 ഡിഫറെൻറ്റ് വേസിൽ നമുക്ക് എഴുതാൻ പറ്റും. അതാണ് പ്രോപ്പർട്ടി 6 പറയണത്. ഇനി അതിനുള്ള റീസൺ ജസ്റ്റ് നമുക്കൊന്ന് കാണിക്കാം. അപ്പോൾ അതിൽ ജസ്റ്റ് ഈ ടാൻ ഇൻവേഴ്സ് എക്സിനെ നമ്മൾ ഈ കിടക്കുന്ന ടാൻ ഇൻവേഴ്സ് എക്സിനെ വൈ എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് എഴുതാം. ദെൻ എക്സ് ഈക്വൽ ടു ടാൻ വൈ എന്ന് എഴുതാം. ഇനി നമ്മൾ ഇവിടുന്ന് തുടങ്ങാം. അതായത് സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൽ നിന്ന് തുടങ്ങുക. 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് കൊണ്ട് കൊടുക്കുക. അപ്പോൾ സൈൻ ഇൻവേഴ്സ് 2 ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. ടാൻ സ്ക്വയർ വൈ ഇങ്ങനെ വന്നു. ഇതിൽ ഈ 2 ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 പഠിച്ചതാണ്. ഇത് സൈൻ 2y എക്സ്പാൻഷനാണ്. സൈൻ ഇൻവേഴ്സ് ഓഫ് സൈൻ 2y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 2y. അതിൽ വൈയുടെ സ്ഥാനത്ത് നമ്മൾ y എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് എന്നാണ് എടുത്തത്. അപ്പോൾ അത് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. കണ്ട സൈൻ ഇൻവേഴ്സ് 2x ബൈ 1 പ്ലസ് എക്സ് സ്ക്വയറിൻ്റെ ആൻസർ ഇങ്ങനെ നമുക്ക് കിട്ടി. ഇതുപോലെ ഇപ്പോൾ സെക്കൻഡ് റിസൾട്ട് പ്രൂവ് ചെയ്യാനാണെങ്കിൽ കോസ് ഇൻവേഴ്സ് 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കുക. അതിൽ എക്സിൻ്റെ സ്ഥാനത്ത് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കോസ് ഇൻവേഴ്സ് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് കിട്ടും. അതായത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് പറഞ്ഞാൽ അത് കോസ് 2y ആണ്. കോസ് ഇൻവേഴ്സ് കോസ് 2y രണ്ടും വെട്ടിപ്പോയി 2y എന്ന് കിട്ടും. ദാറ്റ്സ് ഈക്വൽ ടു 2 ടാൻ ഇൻവേഴ്സ് എക്സ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഈ തേർഡ് റിസൾട്ടും പ്രൂവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ 6 പ്രോപ്പർട്ടീസ്. അപ്പോൾ 6 പ്രോപ്പർട്ടീസ് മനസ്സിൽ വയ്ക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 4th പ്രോപ്പർട്ടി, 5th പ്രോപ്പർട്ടി, 6th പ്രോപ്പർട്ടി, ഇത് 3ഉം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിൽ ഓർത്ത് വയ്ക്കുക.